ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. SV ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, വെജിറ്റബിൾസ് ഇട്ടിട്ട്. അതിന് 2 പാക്കറ്റ് നൂഡിൽസ് എടുത്തു. ഒന്ന് മാഗീൻ്റെ നൂഡിൽസും ഒന്ന് പതഞ്ജലീൻ്റെ നൂഡിൽസും. നമ്മൾ ഒരു സ്റ്റൗവിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചു. ഓയിൽ ചൂടായാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് കുറച്ച് സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഉപ്പിട്ട് ആ സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിന്ന് ഇടാൻ പോകുന്ന പച്ചക്കറി ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീറ്റ്റൂട്ട്, ബീൻസ്, തക്കാളി ഇതെല്ലാം നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത സ്റ്റൗവിൽ നമ്മൾ 4 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബോയിലായി വന്നാൽ നൂഡിൽസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. രണ്ട് പാക്കറ്റ് നൂഡിൽസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അവിടെ അതിനെ സ്ലോ കുക്കിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതൊന്ന് ഇളക്കി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസിന് ഓയിൽ, ഉള്ളിയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മുടെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം അതിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയാണ് നമ്മളെടുത്തത്, അതും നീളത്തിൽ അരിഞ്ഞത്, അതും ഇട്ട് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി ഒരു ഹാഫ് കുക്കാവണ സമയത്ത് നമ്മുടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക്, അത് 1 ക്യൂബിൻ്റെ പകുതി അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ അത് വേവാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നൂഡിൽസ് അവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം തട്ടിക്കൂട്ടി ഒന്ന് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് തട്ടിക്കൂട്ടി വെക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി കേട്ടോ. വെജിറ്റബിൾസ് ഒരു ഹാഫ് കുക്ക് ആവണ സമയത്ത് നമുക്ക് നമ്മുടെ നൂഡിൽസ് പാക്കറ്റിനകത്തുണ്ടായിരുന്ന മസാല പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് മസാല ഉണ്ടല്ലോ, ആ 2 പാക്കറ്റ് മസാലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ മസാല ഇട്ടിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഈ മസാലയിലും കുറച്ച് ഉപ്പുണ്ടാവും, ചിക്കൻ സ്റ്റോക്കിലും കുറച്ച് ഉപ്പുണ്ടാവും. അത് കാരണം ആദ്യം ഉള്ളി വേവാൻ വേണ്ടി ഒത്തിരി ഉപ്പേ ഇട്ടിട്ടുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ അതിന്. എന്നിട്ട് നന്നായി ഇളക്കി അതൊന്ന് കൂട്ടി വയ്ക്കുക. നമ്മുടെ നൂഡിൽസിനെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ വെള്ളം കുറച്ച് അതിൽ ബാക്കി ഉണ്ടാവും, വെന്ത് വന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവും. ആ വെള്ളത്തോട് കൂടിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് മസാല എല്ലാം കൂടി കുക്കായതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി ആ മസാലയും നൂഡിൽസും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ഇളക്കണം, നൂഡിൽസ് വല്ലാണ്ട് പൊട്ടിപ്പോവരുത്. എന്നിട്ട് അതൊന്ന് വേവാൻ വേണ്ടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ എന്താവും, അത് ആ വെള്ളമൊക്കെ നല്ല പ്രോപ്പറായിട്ടുണ്ടാവും. ഇതിന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം എന്താ, കളർഫുള്ളാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഈ വെജിറ്റബിൾസിൻ്റെ കളറും
എല്ലാം കൂടിയും ക്യാരറ്റ്, ബീൻസ്, ബീറ്റ്റൂട്ട് എല്ലാം കുറച്ച് ബീൻസ്, ക്യാപ്സിക്കം ഇതെല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടി നല്ല കളർഫുള്ളായിട്ട് കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. നല്ല സ്മെല്ലുമാണ് ഇതിന്. പിന്നെ അധികം വേണ്ടാണ്ട് നമ്മൾ ഒത്തിരി സോസും ഒന്നും ചേർത്തിയില്ല. ഇവിടെ എൻ്റെ മോൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അതുണ്ടാക്കി കൊടുത്താൽ അവൾ വലിയ പരാതി ഇല്ലാണ്ട് കഴിച്ചോളും. പൊതുവേ വലിയ പച്ചക്കറിയൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇത് അവൾ വലിയ പരാതി ഇല്ലാണ്ട് കഴിക്കുന്നൊരു സാധനമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.